ഇതുവരെയായിട്ടും കൃത്യമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പെർസെൻറ്റേജ് പുറത്തുവിടാനായിട്ട് ഓരോ മണ്ഡലങ്ങളുടെയും വോട്ടിംഗ് പെർസെൻറ്റേജ് പുറത്തുവിടാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ചില തിരിമറികൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. BJPക്ക് 5 സീറ്റും 6 സീറ്റും ഒക്കെ പ്രവേശിച്ച് തുടങ്ങി. നേരത്തെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ഒരു സർപ്രൈസ് കേരളത്തിന് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ട് എന്ന് BJP പറയുമ്പോൾ ആ സർപ്രൈസ് എന്ന് പറയുന്നത് ഇതാണോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ നിലവിലുള്ള ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ വളരെ BJPയുടെ ഭരിക്കുന്ന BJPയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് പല രീതിയിൽ പലപ്പോഴായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വിധേയനാണ്. നിയമത്തെ സ്ഥാനാർത്ഥിയും മന്ത്രിയൊക്കെ ശിവൻകുട്ടി ഇലക്ഷൻ കമ്മീഷന് പരാതി അയച്ചിട്ടുണ്ട്. VD സതീശൻ ഇലക്ഷൻ കമ്മീഷന് പരാതി അയച്ചിട്ടുണ്ട്. സുതാര്യത നിലനിർത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം എന്നായിരുന്നു VD സതീശൻ ആവശ്യപ്പെട്ടത്. പക്ഷേ BJPയിൽ മൗനം തുടരുകയാണ് എന്നുള്ളതാണ്. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, ഈ നമ്മളിതിനു മുമ്പ് ഒരു പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. രാത്രി 8 മണി മുതൽ പുലർച്ചെ 2 മണി വരെ വോട്ടിംഗ് നടന്നു എന്ന് രേഖപ്പെടുത്തിയത്. നിർമ്മലാ സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായിട്ടുള്ള പരകാൽ പ്രഭാകറാണ് ഇത് വെളിപ്പെടുത്തിയിരുന്നത്, ആന്ധ്രയിലെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ സമാനമായ രീതിയിൽ കേരളത്തിലും അതേ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ശക്തമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതുവരെയായിട്ടും കൃത്യമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പെർസെൻറ്റേജ് പുറത്തുവിടാനായിട്ട് ഓരോ മണ്ഡലങ്ങളുടെയും വോട്ടിംഗ് പെർസെൻറ്റേജ് പുറത്തുവിടാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ചില തിരിമറികൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. കാരണം നമ്മളിത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. കാരണം കേരളത്തിൽ മസ്റ്റായിട്ടും BJP ജയിക്കും എന്ന് പല പ്രവാചകന്മാരും പ്രവചിച്ച ചില മണ്ഡലങ്ങളുണ്ട്. പ്രത്യേകിച്ച് നേമം, അതുപോലെ തന്നെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് തുടങ്ങിയവാണെങ്കിൽ പാലക്കാട്, മഞ്ചേശ്വരം ഒക്കെ ഈ BJPക്ക് 5 സീറ്റും 6 സീറ്റും ഒക്കെ പ്രവേശിച്ച് തുടങ്ങി. നേരത്തെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. നേമത്ത് തീർച്ചയായും BJP ജയിക്കും എന്ന് BJP ദേശീയ നേതൃത്വം ആകെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അവിടെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നുള്ളതുകൊണ്ടാണ്. കാരണം നേരത്തെ രാജീവ് ചന്ദ്രശേഖർ പാർലമെൻറ്റിലേക്ക് ശശി തരൂരിനെതിരെ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം എന്നുള്ളതുകൊണ്ടും നേമത്ത് നേരത്തെ BJPക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. രാജഗോപാൽ ജയിച്ച സ്ഥലമാണ് എന്നൊക്കെയുള്ള പ്രത്യേകത വെച്ചാണ് അവിടെ തീർച്ചയായും ജയിക്കും എന്നുള്ള രീതിയിൽ ദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ ചില മാധ്യമങ്ങളും മറ്റ് ഏജൻസികളും ഒക്കെ നടത്തിയ സർവേകളിൽ നേമത്ത് ജയിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് കഴക്കൂട്ടത്ത് V മുരളീധരൻ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ. ഈ പ്രചരണങ്ങൾ പലരും ഏറ്റുപിടിച്ചത് ചില ദുസ്സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് എത്ര ആളുകൾ വോട്ട് ചെയ്തു കറക്റ്റ് എന്തുകൊണ്ടാണ് അത് പുറത്തുവിടാത്തത് എന്നുള്ളത് സാങ്കേതികമാണെന്നാണ് ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. സാങ്കേതികമാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മളിൽ സംശയിക്കേണ്ടത് സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് രാത്രിയോ അല്ലെങ്കിൽ പിറ്റേന്നോ കൃത്യമായ കണക്ക് ഇത്ര ബാലറ്റ് പേപ്പർ ഉണ്ടായി. ഇപ്പം ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട്, അതുപോലെ തന്നെ പ്രായമായവരുടെ വോട്ട്, ഈ 2 വോട്ടുകളാണ് ഇപ്പം ബാലറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം മെഷീനിലാണ്. ഇതിന് കൃത്യമായൊരു കണക്കുണ്ടാവണമല്ലോ. തീർച്ചയായും ഇത് നേരത്തെ നടത്തിയതാണ്, അല്ലാണ്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നടത്തിയ ഒരു വോട്ട് രേഖപ്പെടുത്തലല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കളക്ട് ചെയ്തു. അത് കൃത്യമായി കണക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കണക്ക് നേരത്തെ തന്നെ കയ്യിലുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഇതുകൂടി ആഡ് ചെയ്തിട്ട് പറയാൻ പറ്റണം. കാരണം പഴയൊരു കാലമല്ല, 25 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഈ വോട്ടിംഗ് മെഷീൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് ദിവസങ്ങളൊക്കെ എടുത്താണ് കറക്റ്റ് ഇത്ര വോട്ടാണ് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തി എന്നുള്ള കണക്ക് വരെ. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വിടാവുന്നതാണ്. ഇതിൽ ചില ദുരൂഹതകൾ നമ്മൾ ശരിക്കും കൃത്യമായി കാണേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പം കോൺഗ്രസും അതുപോലെ തന്നെ ഇന്നിപ്പം ശിവൻകുട്ടി നിയമത്തെ സ്ഥാനാർത്ഥിയും മന്ത്രിയൊക്കെ ശിവൻകുട്ടി ഇലക്ഷൻ കമ്മീഷന് പരാതി അയച്ചിട്ടുണ്ട്. VD സതീശൻ ഇലക്ഷൻ കമ്മീഷന് പരാതി അയച്ചിട്ടുണ്ട്. സുതാര്യത നിലനിർത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം എന്നായിരുന്നു VD സതീശൻ ആവശ്യപ്പെട്ടത്. പക്ഷേ BJPയിൽ മൗനം തുടരുകയാണ് എന്നുള്ളത് പറഞ്ഞു. BJP ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മൗനം തുടരുന്നത് എന്നുള്ളതാണ് കുറച്ചും കൂടി സംശയത്തിലേക്ക് വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇതിനകത്ത് 2-3 കാര്യങ്ങളോട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ 2020 സാബുവും ജേക്കബ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ 6 സീറ്റുകളോളം BJP നേടും എന്നൊക്കെയാണ്. കാരണം ഇതിന്റെയൊക്കെ സാബുവിന്റെ വിടുവായത്താണെങ്കിൽ പോലും അല്ല, ഇത് എല്ലാവരും ഇപ്പോ ഞാൻ പറയട്ടെ, ചില ഇപ്പോൾ നമ്മളുടെ KPCC പ്രസിഡന്റൊക്കെ പറയുന്നുണ്ട് അത് ഇയാളുടെ പ്രസ്താവനയല്ല, രാജീവ് ചന്ദ്രശേഖരുടെ പ്രസ്താവനയല്ല. KPCC പ്രസിഡന്റ് രാജ്മോഹൻ ഉണ്ണിത്താനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖരുടെ പ്രസ്താവനയല്ലേ, അത് ഗൗനിക്കേണ്ട ആവശ്യമില്ല. കാരണം ഗൗനിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് അറിയാം. തീർച്ചയായിട്ടും ഇത് ഗൗനിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇത്രയും
ഒരു സർപ്രൈസ് കേരളത്തിന് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ട് എന്ന് BJP പറയുമ്പോൾ ആ സർപ്രൈസ് എന്ന് പറയുന്നത് ഇതാണോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. തീർച്ചയായും. അപ്പോൾ ഈ മഞ്ചേശ്വരത്ത്, അതുപോലെ തന്നെ പാലക്കാട്, നേമം, വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ കഴക്കൂട്ടം, ഇത്രയും മണ്ഡലങ്ങളാണ് അവർ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട്, അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള, തീർച്ചയായും വിജയിക്കും, BJP വിജയിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിൽ ഇപ്പോഴും അവർ വിജയിക്കും എന്ന് ആണയിടുകയാണ്. അതായത് രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായും ജയിക്കും, നേമത്ത് വിജയിക്കും എന്ന് അവർ പറയുന്നു. സാബു പറയുന്ന നമ്മൾ അത്ര സീരിയസ് ആയി എടുക്കണ്ട. കാരണം സാബുവിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മൊത്തത്തിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ BJP എന്ന പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണയുള്ള ആൾ. ഈ അടുത്ത കാലത്ത് അവരുടെ മുന്നണിയിലെത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിന് ആകെ ഈ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചും കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ചലനങ്ങളെക്കുറിച്ചൊന്നും വലിയ അറിവുള്ള ആളല്ല. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖങ്ങളിലൊക്കെ അദ്ദേഹം തുടർച്ചയായി BJP ഇത്തവണ കേരളത്തിൽ കൊടുങ്കാറ്റാവും എന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് 85ഓളം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2020 എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. അല്ലെങ്കിൽ പുള്ളി വളരെ ബ്ലാങ്കായിട്ട് സംസാരിക്കുന്നതല്ലാണ്. ഇപ്പം CPM പോലും പറയാത്ത കാര്യങ്ങളാണ്. CPMന് പോലും അതിശക്തമായ വേരോട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ചില സ്ഥലങ്ങളിൽ അവർ വോട്ട് കുറയൂ എന്നൊക്കെ പറയുന്നു. അത് റിയാലിറ്റിയാണ്. CPMന് മാത്രമേ ആ സംവിധാനമുള്ളൂ. കൃത്യമായിട്ട് ഓരോ ബൂത്തിലും എത്ര വോട്ട് രേഖപ്പെടുത്തിയെന്നും ആ വോട്ടിൽ എത്ര ശതമാനം വോട്ട് CPMന് കിട്ടും എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ CPM മാത്രമാണ്. അവരുടെ ബൂത്ത് ഏജന്റുമാരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭന്മാരായ ബൂത്ത് ഏജന്റ്. ഇപ്പോഴത്തെ ഒരവസ്ഥ എനിക്കറിയില്ല. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭന്മാരായ ബൂത്ത് ഏജന്റുമാരായിരുന്നു. അവർക്ക് വളരെ കൃത്യമായിട്ട് ഓരോ ആളുകളെയും കണ്ണുകളിൽ നോക്കി അവർ നമുക്ക് കിട്ടുന്നതാണോ വോട്ട്, അല്ലെങ്കിൽ അത് വോട്ട് പോകുന്നതാണോ എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്താനൊക്കെ അവർക്ക് പറ്റുമായിരുന്നു. ഇന്നത് അങ്ങനെയുള്ള ആളുകളൊക്കെ, ജനങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധം കുറഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ പോലും അവർക്കത് പറ്റും. മറ്റ് പാർട്ടികൾക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആര് ജയിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വലിയ സംശയമുണ്ട്. പക്ഷെ നമ്മളുടെ ചർച്ച അതല്ല. നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ആന്ധ്രയിൽ ഇത്രയേറെ പഴി കേട്ടിട്ടും അതിന് വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല എന്ന് നമ്മൾ കാണണം. ആ വിഷയം ആന്ധ്രയിൽ പരകായ പ്രഭാകരൻ പുറത്തു കൊണ്ടുവന്ന ഞെട്ടിപ്പിക്കുന്ന, ജനാധിപത്യ രാജ്യത്ത് ഒരിക്കൽ നടക്കാൻ പാടില്ലാത്ത ഒരു വലിയ അനീതി അവിടെ നടന്നു. വോട്ട് മെഷീനിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് വോട്ട് വെരിപ്പിച്ചിട്ടാണ് ആന്ധ്രയിലെ ഭരണം പിടിച്ചത് എന്ന് അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അത് എന്തുകൊണ്ടാണ് ആരും ഏറ്റെടുക്കാതിരുന്നത് അത് നമുക്ക് ദുരൂഹമാണ്. ഒരു പാർട്ടി അത് ഏറ്റെടുത്തില്ല. BJP വളരെ അത് അന്ന് തന്നെ തള്ളിക്കളയുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം ഈ വോട്ടിംഗ് മെഷീനിൽ എന്ത് കൃത്രിമം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇത് അസംബിൾ ചെയ്യുന്നത്. അതിലെ ചിപ്പും മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. വിദേശ രാജ്യങ്ങളിൽ തന്നെ അവിടുത്തെ ടെക്നീഷ്യന്മാർ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ചില കൃത്രിമങ്ങളൊക്കെ നടത്താൻ, ഇന്ത്യയിലുള്ള എല്ലാ വോട്ടിംഗ് മെഷീനിലും കൃത്രിമം നടത്താൻ പറ്റുമെന്നിരിക്കെ ഇതിൽ ഈ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ. നമുക്കറിയാം ഇപ്പോൾ TN ശേഷനെ പോലെയുള്ള പ്രഗത്ഭന്മാരായിരുന്നു ഒരു കാലത്ത് ഇലക്ഷൻ നടത്തിയിരുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്പക്ഷത എത്രത്തോളം വലുതാണ് എന്നൊക്കെ നമ്മളെ കാണിച്ചു തന്ന ഒരു ഇലക്ഷൻ കമ്മീഷനായിരുന്നു TN ശേഷന് ശേഷം അത്ര ശേഷിയുള്ള ആളുകൾ പിന്നീട് വന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ വളരെ BJPയുടെ ഭരിക്കുന്ന BJPയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് പല രീതിയിൽ പലപ്പോഴായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വിധേയനാണ്. അതുകൊണ്ട് എന്തും സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അത് വലിയ ഭീതിതമായ ഒരു അവസ്ഥ കൂടി കേരളത്തിലും അത്തരത്തിലുള്ള ഏറ്റവും ഇതേക്കുറിച്ചൊക്കെ വളരെ വിജിലൻ്റായി നിൽക്കുന്ന ഒരു സമൂഹമുള്ള കേരളത്തിൽ പോലും അത്തരത്തിലുള്ള ചില കൃത്രിമങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ തോന്നലുണ്ടാക്കുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കുറച്ചും കൂടി ഈ നടത്തിയ ഇലക്ഷൻ വളരെ സുതാര്യമായിരുന്നു എന്ന് തെളിയിക്കാൻ ഏറ്റവും ബാധ്യതയുള്ള ഒരു കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ, ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇനിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇതിലെ ഈ ദുരൂഹതകൾ നീക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.